അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പിൽ നിന്നും ഏറ്റവും ആദ്യം പുറത്താകുന്ന ടീമായി മാറി ഹൈത്തി ശരിക്കും ഈ ഒരു ബ്രസീലിനെ നേരിടുന്നതിന് മുന്നേ അല്ലെങ്കിൽ ബ്രസീലിനെതിരെയുള്ള അവരുടെ ആ ഒരു ഫസ്റ്റ് ഹാഫ് അപ്രോച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അവർ കഴിഞ്ഞ മത്സരം സ്കോട്ട്ലൻഡിനെതിരെ കളിച്ച ആ ഒരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ അവർ ശരിക്കും സ്കോട്ട്ലൻഡിനെ വിറപ്പിച്ച് തന്നെയാണ് ഹെയ്ത്തി കീഴടങ്ങിയത്. സ്കോട്ട്ലൻഡിനേക്കാളും കൂടുതൽ പൊസഷൻ, കൂടുതൽ പാസസ്, അതേപോലെ തന്നെ പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡ് പോലെ അത്രയും പാസിംഗ് ഗെയിം കളിക്കുന്ന ടീമിനെതിരെ അവരെക്കാളും കൂടുതൽ പാസസ്, ഷോട്ട് ഓൺ ടാർഗറ്റ്, അവരുടെ XG മാച്ച് ചെയ്യുന്നു. അങ്ങനെ നല്ല രീതിയിൽ വിറപ്പിച്ച് തന്നെയാണ് ഹെയ്ത്തി സ്കോട്ട്ലൻഡിന് മുന്നിൽ 1-0 കീഴടങ്ങിയത്. അതുകൊണ്ട് തന്നെ ബ്രസീലിനെതിരെയും നല്ല രീതിയിൽ പ്രകടനം നടത്താം എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഒരു ഹെയ്ത്തി ഇറങ്ങിയത്. പക്ഷേ ബ്രസീൽ ടീമിനെ നമ്മൾ നോക്കിയാൽ എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ബ്രസീലിൻ്റെ ഭാഗത്തുനിന്ന്, ആഞ്ചലോട്ടിയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടായതായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ ഒരു ഫോർമേഷൻ 4-3-3, കഴിഞ്ഞ മാച്ചിൽ ഒരു 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനിലാണ് തുടങ്ങിയത്. എങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ വളരെ പോസിറ്റീവായിട്ട് 4-3-3 എന്ന് പറയുന്ന ഫോർമേഷൻ, അതാണ് ബ്രസീലിന് അല്ലെങ്കിൽ ബ്രസീലിൻ്റെ ഈ ഒരു പ്ലെയേഴ്സിന് അനുയോജ്യം എന്ന് ആൻസലോട്ടിക്ക് തോന്നി. അത് ശരിക്കും വർക്കായി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ 4-3-3. ഈ ഒരു 4-3-3യിലും നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ മൊറോക്കോയ്ക്കെതിരെ ബ്രസീൽ സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യം മിഡ്ഫീൽഡിൽ മൊറോക്കോയുടെ ഫിസിക്കാലിറ്റി, അതേപോലെ തന്നെ ടെക്നിക്കലി ഉള്ള അവരുടെ എബിലിറ്റി. മൊറോക്കോയുടെ പ്ലെയേഴ്സ്, മറ്റേ ബുവാദിയൊക്കെ പോണക്കത്തെ പ്ലെയേഴ്സ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും മിഡ്ഫീൽഡിൽ ശരിക്കും ബ്രസീലിനൊരു ഉത്തരവില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അതിനൊരു പരിഹാരം ആഞ്ചലോട്ടി എങ്ങനെയാണ് കണ്ടെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഒരു മിഡ്ഫീൽഡ് 3, കസമീറോ, പക്വേറ്റ, അതേപോലെ തന്നെ ഗുമാറസിൻ്റെ സെയിം ആ ഒരു മിഡ്ഫീൽഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കസമീറോയെ ഒരു സിംഗിൾ പിവറ്റായിട്ടാണ്, ശരിക്കും ഒരു നമ്പർ 6 ആയിട്ടാണ് ആഞ്ചലോട്ടി യൂസ് ചെയ്തത്. കസമീറോയുടെ ചുറ്റിനും 2 നമ്പർ 8s, പക്വേറ്റ, അതേപോലെ തന്നെ ബ്രൂണോ ഗുമാറസ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഈ ഒരു കസമീറോ അതേപോലെ തന്നെ ബ്രൂണോ ഗുമാറസിൻ്റെ മിഡ്ഫീൽഡായിരുന്നു. അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ഈ 2 പ്ലെയേഴ്സിനെ നോക്കിയാൽ ഇവർ ഓഫ് ദ ബോൾ, ഇവരുടെ വർക്ക് റേറ്റ്, ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ ബോൾ വിന്നിങ്, അതിലൊക്കെ ഇവർ കേമന്മാരാണ്. ഇവർ 2 പേരും ഒരേപോലെ. പക്ഷേ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്കെതിരെ പ്രസ്സൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ല ഇവർ. അപ്പോൾ എപ്പോഴും കസമീറോ പോണക്കത്തെ ഒരു പ്ലെയറിനെ പിവറ്റായിട്ട് അല്ലെങ്കിൽ ഡബിൾ പിവറ്റിൻ്റെ ഒരു ഭാഗമാക്കുമ്പോഴത്തേനും കൂട്ടത്തിൽ കുറച്ചുകൂടി ടെക്നിക്കലി കുറേ കൂടെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ കളിപ്പിക്കണം. ആ ഒരു ബാലൻസിന് വേണ്ടി, മിഡ്ഫീൽഡിൽ ആ ഒരു ബാലൻസിന്, പ്രത്യേകിച്ച് ബാക്കിൽ നിന്ന് ബോൾ പ്രോഗ്രസ് ചെയ്യുമ്പോഴൊക്കെ. അല്ലെങ്കിൽ അത് ഓപ്പോസിഷന് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയി മാറും. അതാണ് കഴിഞ്ഞ മാച്ചിൽ കണ്ടത്, ബ്രൂണോ ഗുമാറസിൻ്റെയും അതേപോലെ തന്നെ കസമീറോയുടെ ആ ഒരു മിഡ്ഫീൽഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്വറ്റായും കൂടെ ആ ഒരു മിഡ്ഫീൽഡിൽ വരുമ്പോഴത്തേനും ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി വരുന്നു. പ്രത്യേകിച്ച് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബോൾ പൊസഷൻ ഹോൾഡ് ചെയ്യാൻ ആ ഒരു കാംനെസ്, കൺട്രോളൊക്കെ കൊടുക്കാനായിട്ട് ശരിക്കും പക്വറ്റാക്കി കഴിയും. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കസമീറോയുടെ കൂട്ടത്തിൽ യുണൈറ്റഡിൽ ആ ഒരു കോബി മെനുവും കൂടെ ചേരുമ്പോഴാണ് ആ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു ബാലൻസ് വരാറ്. അതുകൊണ്ട് തന്നെ കസമീറോയുടെ കൂട്ടത്തിൽ ആ ഒരു ടെക്നിക്കലി കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ള പക്വറ്റായ ആഡ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഞ്ചലോട്ടിയുടെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. പിന്നെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു കഴിഞ്ഞ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ബ്രസീലിൻ്റെ സ്ട്രൈക്കർ ഇഗോർ തിയാഗോ എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കർ, ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു കുറ്റിയടിച്ച് നിൽക്കുന്ന, ഒരു മരം പോലെ കുറ്റിയടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. യാതൊരു മൂവ്മെൻറ്റും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതൊരു പോച്ചറാണ്, ഒരു ഗോൾ പോച്ചർ എന്ന് പറയാവുന്ന തരം സ്ട്രൈക്കറാണ്. പക്ഷേ ആ ഒരു പോച്ചിങ് ഒന്നും കഴിഞ്ഞ മത്സരത്തിൽ കണ്ടില്ല. ഗോളുകൾ സ്കോർ ചെയ്യുന്നില്ല. പിന്നെ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിഫൻസിനെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഗോർ തിയാഗോയ്ക്ക് പകരം കുണിയയും കൂടെ ആ ഒരു മിഡ്ഫീൽഡിലോട്ട്, മത്തേസ് കുണിയയും കൂടെ മിഡ്ഫീൽഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആ ഒരു മൂവ്മെൻറ്റാണ്, നല്ല രീതിയിൽ മൂവ്മെൻറ്റായി, ഡൈനാമിക് മൂവ്മെൻറ്റുകൾ വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിഡ്ഫീൽഡ് 3യുടെ കൂട്ടത്തിൽ കുണിയ കൂടെ ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിൽ വരും. ആ ഒരു മിഡ്ഫീൽഡിൽ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പുറത്ത് നമ്മൾ ഇന്ന് ഹെയ്ത്തിയാർ ടീം നോക്കിയാൽ അവരുടെ ഒരു 5-4-1 എന്ന് പറയുന്ന ഫോർമേഷനാണ്. അപ്പോൾ അവിടെയും ബ്രസീലിന് കഴിഞ്ഞ മത്സരത്തിൽ പറ്റിയ പോലെ അവരുടെ 2 മാൻ മിഡ്ഫീൽഡിനെതിരെ ഇവിടെ മൂന്ന് പ്ലെയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുണിയാൻ കൂടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു
ഓവർലോഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രലി ബോൾ പ്രോഗ്രസ് ചെയ്യാൻ ബ്രസീലിന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി. അവരുടെ പെട്ടെന്നുള്ള കോമ്പിനേഷൻസ്, അതേപോലെ തന്നെ കുണിയാൻ കൂടെ ഡ്രോപ്പ് ചെയ്യും, ബോൾ റിസീവ് ചെയ്യും. ഈ രണ്ട് റണ്ണേഴ്സ് എന്ന് പറയുന്നത് കുണിയ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഫോൾസ് 9 എന്നുള്ള രീതിയിൽ മിഡ്ഫീൽഡിലോട്ട് ഡ്രോപ്പ് ചെയ്ത് ലിങ്കപ്പ് പ്ലേയിലും അതേപോലെ തന്നെ ഓഫ് ദ ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക് റേറ്റ്, ബോൾ വിന്നിങ്ങിലൊക്കെയും കുണിയ ഇൻവോൾവ് ആണ്. അപ്പം ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യുന്ന തരം റൺസ് നടത്തുന്നത് എന്ന് പറയുന്ന വിനീഷ്യസും അതേപോലെ തന്നെ റഫീഞ്ഞയാണ്. അപ്പോൾ അവരുടെ റൺസിനെ ബാക്കിൽ നിന്ന് പക്വേറ്റ അല്ലെങ്കിൽ മത്തേസ് കുണിയ ഫൈൻഡ് ചെയ്യുന്നു. മത്തേസ് കുണിയ നമുക്കറിയാം, മത്തേസ് കുണിയ വിനീഷ്യസിനെ റഫീഞ്ഞയുടെയൊക്കെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ പക്വേറ്റ ബാക്കിൽ നിന്ന് ഫൈൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ ആ ഒരു ടീമിലൊരു ബാലൻസ് കണ്ടെത്താൻ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ആഞ്ചലോട്ടിയെ നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ ഈ ഒരു മാച്ചിൽ. പ്രത്യേകിച്ച് എനിക്ക് ഇന്നത്തെ മാച്ചിൽ മത്തേസ് കുണിയ യുണൈറ്റഡ് ആരാധകൻ എന്നുള്ള രീതിയിൽ മത്തേസ് കുണിയയുടെ പെർഫോമൻസ്, മത്തേസ് കുണിയയുടെ ആ ഒരു രണ്ടാമത്തെ ഗോള്, റഫീഞ്ഞയുടെ റൺസിനെ ഫൈൻഡ് ചെയ്ത ഒരു ബോള് എനിക്ക് ഒത്തിരി ഇമ്പ്രസീവായിട്ട് തോന്നി. പക്ഷേ നമുക്കറിയാം ഡിസർവിങ്ങിലിയാണ് വിനീഷ്യസിന് ആ ഒരു മാൻ ഓഫ് ദ മാച്ചൊക്കെ കിട്ടിയത്. അതിലും ഞാൻ സന്തുഷ്ടനാണ്. കാരണം വിനീഷ്യസ് പലപ്പോഴും ബ്രസീൽ ടീമിലേക്ക് വരുമ്പോഴത്തേനും വിനീഷ്യസിനെ നമുക്ക് റയലിൽ കാണിക്കുന്ന അത്രയും ഒരു പെർഫോമൻസ് ഒന്നും നമ്മൾ കാണാറില്ല. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വിനീഷ്യസ് പെർഫോം ചെയ്യുന്നുണ്ട്. അത് ബ്രസീലിനെ സംബന്ധിച്ച് നല്ലൊരു സൈനാണ്. അപ്പം ഈ ഒരു ബ്രസീൽ ഫസ്റ്റ് ഹാഫിൽ 3 ഗോൾ അടിച്ച് മുന്നിൽ എത്തി. അപ്പോൾ നമ്മുടെയൊക്കെ വിചാരം സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ ഒരു 2-3 ഗോളുകൾ വീണ്ടും സ്കോർ ചെയ്യുമെന്നാണ്. പക്ഷേ അവിടാണ് ശരിക്കും ഹൈത്തി കുറേ കൂടെ ഡിഫൻസീവ്ലി കുറേ കൂടെ കോമ്പാക്റ്റ് ആകാൻ ശ്രമിച്ചു. ആ ഒരു ഫസ്റ്റ് ഹാഫിലെ പോലെ അത്രയും ഹൈലൈൻ ആകുന്നില്ല, കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആകുന്നു. അത് മാത്രമല്ല അവർ കറക്റ്റ് സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. വിങ്ങിലൂടെയുള്ള അറ്റാക്കുകൾ, ഫൗള് കമ്മിറ്റ് ചെയ്യാൻ ബ്രസീലിൻ്റെ ഡിഫൻഡേഴ്സിനെ പ്രേരിപ്പിക്കുന്നു. ഫൗളുകൾ, ഫ്രീ കിക്കുകൾ, ക്രോസുകൾ, കോർണറുകൾ, ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്രസീലിനെ സെക്കൻഡ് ഹാഫിൽ ടെസ്റ്റ് ചെയ്യാൻ ഹൈത്തിക്ക് പറ്റിയിട്ടുണ്ട്. അലിസൻ്റെ 2 നല്ല സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ 2 നല്ല സേവാണ് അലിസൺ നടത്തിയത്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു മത്തേസ് കുണിയ അതേപോലെ തന്നെ പക്വേറ്റയും കൂടെ ആ ഒരു ബ്രസീൽ ടീമിൽ നിന്ന് സബ്ബായിട്ട് പുറത്ത് പോയി കഴിയുമ്പോഴത്തേനും ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നു. വീണ്ടും ആഞ്ചലോട്ടിക്ക് 4-4-2 എൻട്രിക്കിനെയും അതേപോലെ തന്നെ വിനീഷ്യസിനെ ആ ഒരു എന്നാ പറയുന്നത് 4-4-2 ഫ്രണ്ട് 2 ആയിട്ടൊക്കെ നിർത്തേണ്ട അവസ്ഥ വരുമ്പോഴത്തേനും വിനീഷ്യസിൻ്റെ അല്ലെങ്കിൽ ബ്രസീലിൻ്റെ അറ്റാക്ക് അല്ലെങ്കിൽ ബ്രസീലിൻ്റെ ടീം അത്രയും എഫക്റ്റീവ് ആകുന്നില്ല. അപ്പോൾ അതെങ്ങനെ വരും മത്സരങ്ങളിൽ ടാക്കിൾ ചെയ്യും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. അല്ലെങ്കിൽ പ്രശ്നമാണ്. വലിയ ടീമുകൾ വരുമ്പം ബ്രസീൽ ബുദ്ധിമുട്ടും. ഫസ്റ്റ് ഹാഫിൽ കാണിച്ച ആ ഒരു ഫുട്ബോൾ അതെങ്ങനെ ഈ മത്തേസ് കുണിയയും അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ പക്വേറ്റയൊക്കെ എടുത്ത് ടീമിൽ നിന്ന് മാറ്റി കഴിയുമ്പം എങ്ങനെ ആ ഫുട്ബോൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ പറ്റും എന്നുള്ളതാണ് ആഞ്ചലോട്ടിയുടെ മുന്നിലുള്ള അടുത്ത ചലഞ്ച്. അത് ആഞ്ചലോട്ടി എഫക്റ്റീവായിട്ട് തന്നെ അതിനെ സോൾവ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു ആഞ്ചലോട്ടിക്ക് ഈ ഒരു ബ്രസീൽ ടീമിനെ കുറച്ചുകൂടെ മുന്നേ കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നൊരു ഒരു കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല ബ്രസീൽ. ഇപ്പോൾ 1 വർഷം കൊണ്ട് പുള്ളി അത്ഭുതങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്. പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്നതിന് പരമാവധി പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു മാച്ചിൽ ബ്രസീലിൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് റഫീഞ്ഞയ്ക്കുള്ള റഫീഞ്ഞയുടെ ഇഞ്ചുറി എന്ന് പറയുന്നത് റഫീഞ്ഞയുടെ വലത് കാലിലെ ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. ഹാംസ്ട്രിങ് ഇഞ്ചുറി പറയപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മുതൽ 10 ദിവസത്തെ റെസ്റ്റൊക്കെ വേണം എന്നാണ്. പക്ഷേ ഒഫീഷ്യൽ റിപ്പോർട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ സ്കാനിങ്ങോ ഡോക്ടേഴ്സിൻ്റെ പരിപാടികളോ ഒന്നും നടന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല റഫീഞ്ഞ എത്ര നാൾ പുറത്താകും എന്നുള്ളതിനെക്കുറിച്ച്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നില്ല അടുത്ത സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിൽ റഫീഞ്ഞ കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു റിസ്ക് എടുക്കാൻ എന്താണേലും ബ്രസീൽ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ മിക്കവാറും ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോൾ റഫീഞ്ഞ തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. റഫീഞ്ഞ ഫിറ്റായിരിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ബ്രസീൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടീം ഫിറ്റായിരിക്കുക, അതിനെ ആശ്രയിച്ചിരിക്കും ബ്രസീലിൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പം മാച്ചിനെ പറ്റിയും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം പിന്നെ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.